നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1905 നടന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ലിയോപോൾഡ് ലെവി എന്ന ഓസ്ട്രിയൻ ചെസ് മാസ്റ്ററാണ് ബ്ലാക്ക് സൈഡ് കളിക്കുന്നത്. എന്നാൽ വൈറ്റ് സൈഡ് കളിക്കുന്ന പ്ലെയർ ആരാണെന്ന് വ്യക്തമല്ല. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വിയന്ന ഗെയിം സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ഈ നൈറ്റിനെ തിരിച്ച് ബാക്ക് റാങ്കിലേക്ക് തന്നെ അയക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ ഗാംബിറ്റ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുണ്ടെങ്കിൽ വൈറ്റിനെ E5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ നൈറ്റിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ ഈ G8 സ്കോർ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ആ നൈറ്റിനെ മൂവ് ചെയ്യിക്കുന്നതിന് പകരം ക്വീന് വെച്ച് ഈ പോണിനെ പിൻ ചെയ്യാൻ ശ്രമിച്ചാലും സക്സസ് ആവില്ല. കാരണം വൈറ്റിന് ക്വീന് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ആ നൈറ്റിനെ തിരിച്ചുകൊണ്ട് വേണ്ടി വരും. ഈ സമയത്ത് D4 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്റർ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാനും നൈറ്റ് വെച്ച് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം D5 മൂവ് ചെയ്തുകൊണ്ട് അടുത്തൊരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇവിടെ E5 പോണാണ് എടുക്കുന്നത്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് E4 പോണിട്ടതുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ H4 സ്കോർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം E5 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്യുന്നു. വൈറ്റ് എൻ പാസിലൂടെ ആ പോണറ്റ് എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസിൽ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും കാസിലിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1 മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസിൽ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഈ ഡി പോണിനെ ബ്ലോക്ക് ആയിരിക്കുന്ന ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ B5 കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം തിരിച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ G4 കൊണ്ടുവരുന്നു. ഇനി ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ നൈറ്റിനെ F2 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്കാണ് ലക്ഷ്യം. വൈറ്റ് ഇപ്പോൾ D4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. കാരണം ബ്ലാക്കിന് നൈറ്റ് വെച്ച് ആ പോണിന് എടുത്തുകൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി ഈ റൂക്കിനായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ക്വീന് വെച്ച് തിരിച്ചിട്ടേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വേണ്ടി എടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ആദ്യം ആ നൈറ്റിനോട്ടൊന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം D4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ D6 മൂവ് ചെയ്യുന്നു. ഇതോടെ H2 സ്ക്വയറിലേക്ക് 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും വൈറ്റിൻ്റെ റൂക്ക് എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ നൈറ്റിനെ കൂടെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. H3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം തിരിച്ചൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇപ്പോഴും ഈ നൈറ്റ് വെച്ച് ഫോർക്കും ചെക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ A6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ ക്വീനെ നേടുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്കിൻ്റെ ഈ അറ്റാക്ക് അത്ര സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം വൈറ്റിനിപ്പോൾ ഈ ഒരു റൂക്കിന് പകരം ബ്ലാക്കിൻ്റെ 2 പീസുകളെ നേടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് അതിലേക്ക് തന്നെ പോയാണ്. ആദ്യം പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് റൂക്കിനെ കിട്ടുന്നു. വൈറ്റ് ക്വീനെ വെച്ച് തിരിച്ചു കിട്ടുന്നു. പ്രതീക്ഷിച്ചത് പോലെ തന്നെ വൈറ്റിന് ഒരു റൂക്കിന് പകരം 2 പീസുകൾ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും അടുത്തൊരു അറ്റാക്ക് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
ഇത്തവണ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ രണ്ട് രീതിയിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ പോൺ വെച്ച് വെട്ടാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് വെട്ടാം. ഇപ്പോൾ പോൺ വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ ആദ്യം ക്വീൻ H4ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ കിങ്ങിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റും ആകും. അതുകൊണ്ട് ഇപ്പോൾ പോൺ വെച്ച് റൂക്കിനെ എടുക്കുന്നത് നല്ല മൂവല്ല. അല്ലാതെ ക്വീന് വെച്ച് വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ക്വീൻ വെച്ചാണ് വെട്ടുന്നതെങ്കിലും ക്വീൻ H4ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോഴും ക്വീൻ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ E1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അങ്ങനെ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം കിങ്ങിനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിലും ക്വീൻ E1ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് H2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ഒന്നുകിൽ ബിഷപ്പിനെ വെട്ടിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറേണ്ടി വരും. എന്തെങ്കിലും സംഭവിച്ചാലും ബ്ലാക്കിന് ഈ ക്വീനെ കൂടെ വെട്ടിയെടുക്കാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ രണ്ട് രീതിയിലും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ക്വീൻ H5ലേക്ക് എന്നുള്ള ഈ ഒരു ചെക്ക് കൂടെ തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ E1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇനി വേണമെങ്കിൽ അടുത്ത മൂവിൽ വൈറ്റിനെ ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ ഇനിയാണ് ബ്ലാക്കിൻ്റെ ശരിക്കുള്ള പ്ലാൻ എന്താണെന്ന് വ്യക്തമാകുന്നത്. ബ്ലാക്ക് ഇവിടെ അടുത്തൊരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. വൈറ്റ് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ആകും. അതായത് വൈറ്റിനിപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യാം. കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. അതുകൊണ്ട് വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് ക്വീനോട്ട് എടുക്കുന്നു. ഈ സമയത്ത് റൂക്ക് F1ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക് മേറ്റ് ആകുകയായിരുന്നു. ഇപ്പോഴും കിങ്ങിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല, അതോടെ ചെക്ക് മേറ്റ് ആയി. വളരെ സിമ്പിളും പവർഫുള്ളും ആയിട്ടുള്ള അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.